Hi, good afternoon. ഓക്കെ, 30 ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ 63 ആളല്ലേ. ഒരു 1-2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. വൈവ പീരീഡ് ഒക്കെ എന്തായാലും അറ്റൻഡ് ചെയ്തോളൂ. കാരണം ജസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഡിസ്കസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ചെയ്തോന്ന് പറഞ്ഞ് പോകുന്നല്ലേ. അപ്പം അറ്റൻഡൻസ് വെറുതെ കളയണ്ട ഇതുപോലുള്ള പീരീഡുകളിൽ. ഓക്കെ, ഈ ഫാത്തിമത്തുൽ ഷിബിലിയ കേക്ക് ഇവിടെ ഓൺലൈനിലുണ്ടോ? അപ്പം ഉണ്ടെങ്കിൽ ഒന്ന് വോയിസ് ഓൺ ആക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഞാൻ പറയുന്ന ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഒന്ന് തംസ് അപ്പ് ഇടുവാരെങ്കിലും. ഓക്കെ ഓക്കെ. സോ ഫാത്തിമത്തുൽ ഷിബിലിയ കേക്ക് ഇല്ല. ഓക്കെ, അതായത് ആ കുട്ടി സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ് 1 സബ്മിറ്റ് ചെയ്തു എന്ന് ലിൻവേസിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. PDF ഫയൽ എടുക്കുമ്പം ഒരു എറർ മെസ്സേജ് ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയണം ആരെങ്കിലും. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ അസൈൻമെന്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സെക്കൻഡ് അസൈൻമെന്റ് ലിൻവേസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ സമയം കളയുന്നില്ല. ലിൻവേസിൽ അസൈൻമെന്റ് സെക്ഷൻ എടുക്കുക. അവിടെ ഒരു PDF ഫയൽ ഉണ്ടാവും. ആ PDF ഫയലിൽ ഈ കാണുന്ന 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. ഇത് സോൾവ് ചെയ്യുക. 3 പ്രോബ്ലംസ്. ഈ 3 പ്രോബ്ലംസ് മൊഡ്യൂൾ 1 കഴിഞ്ഞ മൊഡ്യൂളത്തെ പ്രോബ്ലംസ് ആണ്. വലിയ പണിയുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല, സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അത് സോൾവ് ചെയ്യുക. എങ്ങനെ വേണം സോൾവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഒരേ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രോബ്ലം ജസ്റ്റ് 2 or 3 സ്റ്റെപ്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയിരിക്കുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്ന അസൈൻമെന്റിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തോ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ω എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് പേര് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെറിവേഷൻ മുഴുവൻ ചെയ്തു. അതായത് F പ്രൊപ്പോർഷണൽ ടു -x മുതൽ തുടങ്ങിയിട്ട് അവസാനം ആണ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ω എന്ന് കാണിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം ആണ്. ടൈം പീരീഡ് 2π/ω എന്ന് കാണിക്കാൻ നമ്മൾ ജസ്റ്റ് ജനറൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ x ഈക്വൽ ടു സം ASI ωt+5 എടുക്കുക. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ സം t+2π/ω 2π/ω സമയം കഴിയുമ്പോൾ എന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. സോ വി ഗെറ്റ് ദ സെയിം ഡിസ്പ്ലേസ്മെന്റ്. സോ ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് t ഈസ് ഈക്വൽ ടു 2π/ω. അത് 3-4 സ്റ്റെപ്പിൽ ചെയ്യേണ്ട ഉത്തരവാണ്. നിങ്ങൾ വലിയൊരു ഡെറിവേഷൻ ഒക്കെ ചെയ്ത് പല ആളുകളും ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഡെറിവേഷൻ ചെയ്യാൻ നല്ല താണ്. എക്സാമിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡെറിവേഷൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇത് കാരണം നമുക്ക് ഇതാൻ വരും. പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ വെറുതെ വലിച്ചിടേണ്ട ആവശ്യമില്ല. പ്രോബ്ലം ശരിക്കും നോക്കുക, എന്താ ഉദ്ദേശിക്കുന്നത് നോക്കുക. ഉത്തരം വിത്ത് എസെൻഷ്യൽ സ്റ്റെപ്പ് ആണ്. അസൈൻ ചെയ്യുമ്പോൾ വിത്ത് എസെൻഷ്യൽ സ്റ്റെപ്പ് ഉത്തരം എഴുതുക. അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് വലിച്ചു നീട്ടിട്ടൊന്നും കാര്യം. വൃത്തിയായിട്ട് എന്തൊക്കെയാണോ സ്റ്റെപ്പ് വേണ്ടത് അത് എഴുതുക, ഉത്തരം എഴുതുക. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ പാർട്ടിൽ നിന്നാണ്.
അതായത് ഒരു മാസ് ഓഫ് ബ്ലോക്ക് 200 ഗ്രാം വന്നിട്ടുണ്ട്. അതായത് ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ് ഫസ്റ്റത്തെ പ്രോബ്ലത്തിലെ റെഫറൻസ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ മാസ് വന്നിട്ടുണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് വന്നിട്ടുണ്ട്, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് വി വാണ്ട് ടു ഫൈൻഡ് വെദർ ദി മോഷൻ ഈസ് ഓസിലേറ്ററി ഓർ നോട്ട്. മോഷൻ ഓസിലേറ്ററി ആണോ അല്ലയോ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഡു യു റിമെമ്പർ ദിസ്? നമ്മൾ എക്സ്ടി ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവ് വരയ്ക്കുന്ന സമയത്ത് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ നമ്മൾ 3 കേസ് പഠിച്ചു. ഒന്നാമത്തെ ലോ ഡാമ്പിംഗ് കേസ്, ഹൈ ഡാമ്പിംഗ് കേസ്, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കേസ്. ലോ ഡാമ്പിംഗ് കേസിന്റെ സമയത്താണ് നമ്മൾ പഠിച്ച ആംപ്ലിറ്റ്യൂഡ് മെല്ലെ മെല്ലെ ഡിക്രീസ് ചെയ്തു പോകുന്നു when time passes. അതായത് യൂസിങ് സം x equal to a0 e raised to minus gamma t sin omega t plus 5 എന്ന ഇക്വേഷൻ. ഇവിടെ ഒമേഗ ടി പ്ലസ് 5 എന്ന ടേം ഉണ്ടെന്നതിന്റെ ടേം ഇവിടെ പ്രസന്റ് ആണ്. അതിന്റെ അർത്ഥം തന്നെ മോഷൻ ഓസിലേറ്ററി ആണ്. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നുണ്ട് ടൈം പാസ് ചെയ്യണം, പക്ഷെ സ്റ്റിൽ ഓസിലേറ്ററി ആണ്. എപ്പോഴാണ് ലോ ഡാമ്പിംഗ് ഫോഴ്സ് നടക്കുക? സോ കമ്പയർ ഇവിടെ നോർമൽ ഹാർമോണിക് മോഷന്റെ ഫ്രീക്വൻസി എത്രയാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ natural frequency of this oscillator, what is damping constant. damping constant mass of the blocking കിട്ടിയ damping coefficient ഗാമ കിട്ടും. സോ ഗാമയുടെ വാല്യൂ ഒമേഗ ആയിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് പറയുക, അങ്ങനെയാകുമ്പോൾ ലോ ഡാമ്പിംഗ് കേസ് കിട്ടും. ലോ ഡാമ്പിംഗ് ആണെങ്കിൽ ഓസിലേറ്ററി ആണെന്ന് പറയാം. സോ അങ്ങനെ ഓസിലേറ്ററി ആണെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ 2π/ω ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. അതായത് ഒരു ട്രാൻസ്വേഴ്സ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗിലെ ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ പഠിച്ച്. അപ്പോൾ സോ ട്രാൻസ്വേഴ്സ് വേവിനെ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന സ്പീഡ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ഇനീഷ്യൽ ഫേസ് ഓഫ് ഒറിജിൻ. ഒറിജിനിൽ നിന്ന് എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്, സീറോയിൽ നിന്ന് എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ജനറൽ ഇക്വേഷൻ ഓഫ് ഒരു വേവിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? y ഈസ് ഈക്വൽ ടു a cos omega t minus kx plus 5. ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് സ്പീഡും ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി ഇനീഷ്യൽ ഫേസ് ഓഫ് ഒറിജിൻ ഒക്കെ എഴുതാൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതുപോലൊക്കെ തന്നെയാണ്. അതായത് ഒരു പീസ് ഓഫ് വയർ വന്നിരിക്കുന്നു, അത് അതിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ലോഡാണ് തൂക്കുന്നത്. നമ്മൾ ഇന്നലെ മെൽസ് എക്സ്പെരിമെന്റ് പഠിച്ചില്ലേ പ്രാക്ടിക്കലിന്റെ കേസിലെ? അതായത് ഒരു സ്കെയിൽ പാനിൽ ഒരു മാസ് കീപ്പ് ചെയ്യുന്നു, അപ്പം അടിയിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടെൻഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം ലോഡ് വന്നിട്ടുണ്ട്, മാസ് സ്കെയിൽ പാനിൽ തൂക്കിയിട്ടിരിക്കുന്ന മാസ് വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലല്ലേ, മാസ് സ്ട്രിങ്ങിന്റെ മാസാണ്. ലെങ്ത് വന്നിട്ടുണ്ട്. ഈ സ്ട്രിങ്ങിന്റെ മാസും ലെങ്ത്തും തരാൻ കാരണം ലീനിയർ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് സെക്കൻഡ് ഹാർമോണിക്. സെക്കൻഡ് ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. സെക്കൻഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താ? n ഈസ് ഈക്വൽ ടു 2, ഓർ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് ഫ്രീക്വൻസി ഇസ് ഗിവൺ ബൈ n/12 √t/μ. ഇത് ഇന്നലെ പഠിപ്പിച്ച കാര്യമാണ്, ഇത് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. വാട്ട് ഈസ് n എന്ന് പറയുന്നത് എത്ര ലൂപ്പിലാണ് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത്, എത്ര ലൂപ്പിലാണെന്ന് ആണ് n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ how many number of loops in which string are vibrating. n is equal to 2 means string is vibrating in 2 loops. So find the frequency of second harmonic എന്നോട് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 2 ലൂപ്പിൽ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി എന്താണ്. സോ ജസ്റ്റ് പുട്ട് n is equal to 2 in this general equation. സോ ഇതാണ് 3 പ്രോബ്ലംസ്. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ തന്നെ സ്വന്തം നിങ്ങളുടെ വഴിയിലൂടെ ചെയ്യാം, ഇഷ്ടമുള്ള സ്റ്റെപ്പ് വഴി ചെയ്യാം, പക്ഷെ ഉത്തരം കറക്റ്റ് ആയിരിക്കണം, എസെൻഷ്യൽ സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. സോ ഞാൻ തിങ്കളാഴ്ച രാവിലെ വരെ സമയം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ എന്തായാലും സബ്മിറ്റ് ചെയ്യുക. അസൈൻമെന്റ് ഒക്കെ എന്തായാലും ഇതൊക്കെ 3 ചെറിയ ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തായാലും സബ്മിറ്റ് ചെയ്തോളൂ, വെറുതെ അതിന്റെ മാർക്കൊന്നും കളയാൻ നിൽക്കേണ്ട. ഓക്കെ, എന്നാ പിന്നെ അറ്റൻഡൻസ് പറഞ്ഞു. 1 2 3 ഇല്ല, 3 ആബ്സെന്റ്. 4 5 6 ഇല്ല. 7 8 9 10 11 12 13 14 15
16. 17. 18. 19 absent. 20. 21. 22 absent. 23. 24. 25 absent. 26 absent. 25%. 27 ഉണ്ടോ? 27. 28 absent. 29 ഉണ്ടോ? 29 absent. 30 ഉണ്ടോ? ഓക്കെ, 30 absent. 31 പറഞ്ഞോളൂ. 31 ഇല്ല. ഓക്കെ, 31%. 32. 33. 34 absent. 35. 36. 38. 37. 9. 40 absent. 41. 42. 43. 44. 45 absent. 46. 47 absent. 48. 49 absent. 50 absent. 51 okay. 52. 53. 54. 55. 56 absent. 57. 58 absent. 59. 60. 60. 61 ഇല്ല. ഓക്കെ, 61 absent. 62. 63 absent. ഓക്കെ, ഞാൻ അബ്സെന്റ് മാർക്ക് ചെയ്തവർ പറയാം. അബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുള്ളവർ പ്രസന്റ് ആണെങ്കിൽ വോയിസ് ഓൺ ആക്കി തന്നെ പറയാം. ഓക്കെ, 4, 6, 18. Sir, 4%. ഓക്കെ, Sir, 6. 18. Present. 56% ആണ്. 18% ആണ്. 56% ആണ്. ഓക്കെ ഓക്കെ. Sir, 58%. ഓക്കെ, Sir, 19%. അതല്ല, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് 42 ആൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 48 ആളായാലോ. അടിപൊളി. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, 3% ആണ്. 63. 45. 45. 19. 30%. ഏതാ 30യോ? 30. 40. ഓക്കെ,
Sir, Where are you? 58%. 58. 58 58 Sir, ഉണ്ട്. 25% ആണ്. അല്ല ഇതെന്ത് നിങ്ങളുടെ അവിടെ സൗണ്ട് കേൾക്കാൻ നിങ്ങൾ അറ്റൻഡൻസ് പറയുന്ന സമയത്ത് ഇത്ര ആളുടെ എന്തായിരുന്നു പ്രോബ്ലം? എന്തായിരുന്നു? എല്ലാവർക്കും ഒരേപോലെ നെറ്റ് കണക്ഷൻ പ്രശ്നം. ഓക്കെ, ഞാൻ ഇപ്പം അറ്റൻഡൻസ് അബ്സെന്റ് മാർക്ക് ചെയ്ത ആൾക്കാരുടെ പേര് പറയാം. 22, 26, 28, 29 ഒരു ഫാത്തിമ സുഹറ, അത് പ്രസന്റ് ആണെന്ന് ഞാൻ കണ്ടു, ചാറ്റ് ബോക്സ് കണ്ടു. 30. 30% ആണ്. ഓക്കെ. 34, 47, 49, 50, 49% ആണ്. 50. 49% ആണ്. 50 ഇല്ലല്ലോ, 49 കിട്ടും. 53 അബ്സെന്റ്, 61 അബ്സെന്റ്. ഓക്കെ, എന്നാ സമയം കിട്ടുന്ന പോലെ അസൈൻമെന്റ് ചെയ്തോളൂ. താങ്ക് യു. 47, sir. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഓക്കെ, എങ്കിൽ താങ്ക് യു.